അടുത്ത ചോദ്യം, ഖുർആൻ വെള്ളത്തിൽ ഊതിക്കുടിക്കൽ, പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കലൊക്കെ അന്ധവിശ്വാസമല്ലേ? അടുത്ത ചോദ്യം സംശയമുള്ളത് വെള്ളത്തിൽ ഊതി കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, വെള്ളത്തിൽ ഊതി കുടിക്കുക, അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതി കുടിക്കുക, പാത്രത്തിൽ എഴുതിയിട്ട് ആ വെള്ളം കുടിക്കുക, ഇങ്ങനെ പല സംഗതികളുണ്ട്. ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ന് അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ഒരു രീതിയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിലുള്ള രീതി എന്താ വെച്ചാല് വെള്ളത്തിൽ ഊതി കുടിക്കുക. അതൊക്കെ എന്താണ്, ആ മന്ത്രവാദിയുടെ ഒരു പോരിശ. അതേപോലെ തന്നെ അവര് പലതും ശിർക്കുപരമായിട്ടുള്ള പലതാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അവർ ഖുർആൻ എഴുതാണെന്ന് പറയും, വേറെ പലതും ഇരിക്കാർ എഴുതുക, ജിന്നിന്റെ പേരുകള്, മറ്റുള്ള പേരുകള്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ പേര്, അറബി അക്ഷരങ്ങൾ തിരിച്ചിട്ടിട്ട് ഈ രൂപത്തിലൊക്കെ എഴുതിയിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതേപോലെ തന്നെ അവർ ഖുർആനാണെന്ന് പറഞ്ഞിട്ട് അവർ മന്ത്രിക്കും വെള്ളത്തില്. പക്ഷെ അവർ മന്ത്രിക്കുന്ന എന്തായിരിക്കും, വേറെ ചില കാര്യങ്ങളായിരിക്കും. ജിന്നിനോടുള്ള പ്രാർത്ഥനയായിരിക്കും, ശൈത്താനോടുള്ള സഹായം തേട്ടത്തിന്റെ മന്ത്രങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ അതും ഇതുമായിട്ടൊരു ബന്ധമല്ല എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അത് മന്ത്രവാദമാണ്, ഇസ്ലാം അതിനെ എതിർക്കുന്നു. അതൊക്കെ ശിർക്കിന്റെ പരിപാടികളാണ്. അപ്പൊ അത് രണ്ട് വിഷയമാണ്. നമുക്ക് വെള്ളത്തിൽ ഊതി കൊടുക്കുക എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരല് നമ്മുടെ ഖുറാഫികൾ ചെയ്യുന്ന ഏർപ്പാടാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, വെള്ളത്തില് ഖുർആൻ ഊതിയിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ ഊതിയിട്ട് കുടിക്കുക, അതേപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകള് പ്ലേറ്റുകളില്, തകിടുകളില്, അതേപോലെ തന്നെ ചില പ്രത്യേകമായ ബുക്കുകളിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാ, അത് വെള്ളം നനച്ചിട്ട് അത് പൊതിർത്തുക, എന്നിട്ട് അത് വെള്ളത്തിലിടുക. അതല്ലെങ്കിൽ ആ പിഞ്ഞാണത്തിൽ എഴുതിയ ഖുർആൻ എന്ത് ചെയ്യുക, വെള്ളം കൊണ്ട് മായ്ച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇതൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഷിർക്കിന്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആ മന്ത്രവാദികളുടെ പരിപാടികളോ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് രണ്ടും രണ്ടായിട്ട് തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി ഈ വിഷയത്തിന്റെ ഇസ്ലാമികമായിട്ടുള്ള നിലപാട് എന്താണ്? ഖുർആനാണ് വിഷയം. അതല്ലാത്തത് ഷിർക്കാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ വിഷയം വെള്ളത്തില് ഖുർആൻ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ, ഖുർആൻ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങള് വെള്ളത്തിൽ ഓതിയിട്ട് കുടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അത് കുടിക്കാൻ പറ്റുമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ വിഷയത്തില് രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. രണ്ട് അഭിപ്രായങ്ങള്. ഒരു വിഭാഗം പറയുന്നത് അത് ജായിസാണ്. ഏത് ജായിസ്? ഖുർആൻ വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കല്. അതല്ലാതെ ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെ ജാറങ്ങളിലും ദർഗകളിലും അതേപോലെ തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിനെ കുറിച്ചല്ല ചർച്ച. തെറ്റിദ്ധരിച്ചു പോയത് വിഷയം നമ്മൾ ശരിക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ മന്ത്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ പറയണത് എന്താ പറയുക, വെള്ളത്തിൽ ഊതി കുടിക്കാൻ ഒരാള് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസം, ഖുറാഫാത്ത്, ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തില് ഇവരുടെ നിലപാട് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. സലഫി യോഗം ഏതൊരു വിഷയത്തിലും സ്വീകരിച്ചൊരു നിലപാടിലേക്ക് നമ്മൾ വരണം. കാരണം ഇത് ദീനാണ്. നാളെ പരലോകത്ത് അല്ലാണ്ട് സമാധാനം പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോ പ്രധാനമായിട്ടും രണ്ട് വീക്ഷണങ്ങള്. ഒരു വിഭാഗം പറയുന്നത് വെള്ളത്തിൽ ഖുർആൻ ഓതിയിട്ട് വാരിതായി വന്നിട്ടുള്ള ദിക്കറുകൾ ഓതിയിട്ട് നമുക്ക് കുടിക്കാം, അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് കുടിക്കാം. ഇത് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്ത് ദാഇമയുടെ ചില ഫത്വകളിൽ ഇത് വന്നിട്ടുണ്ട്.
അങ്ങനെ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള ആളുകള് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഖുർആൻ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുന്നതിന് വിരോധമല്ല, അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ ഊതി കുടിക്കുന്നതിന് വിരോധമല്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? പ്രത്യേകം ഇത് പേരെടുത്ത് തന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് കേരളത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോ അവരെ തെറി പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ തെറി പറയുന്നത് ആരെയാണ്? ഇബ്നു ബാസിനെയാണ് തെറി പറയണത്. ഷെയ്ഖ് ഇബ്നു ബാസിനെ തെറി പറയണത്. അതേപോലെ തന്നെ മഹാന്മാരായ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരാണ് ഇവര് തെറി പറയുന്നത്. ശരിക്കും ഇവര് പരിഹസിച്ചിട്ട് അത് കളിയാക്കിയിട്ട് വിടുക ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇനി ഇങ്ങനൊരു വീക്ഷണം ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വീക്ഷണം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് റുഖിയ ശർഇയ്യയിൽ റുഖിയത്തിൽ തജ്രിബത്ത് പാടുണ്ടോ അല്ലേ? അവിടെയാണ് ഈ ഇങ്ങനെ ഒരു ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം അതാണ്. എന്ത് തജ്രിബത്ത് പാടുണ്ടോ അല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞു തജ്രിബത്ത് ആകാം. എന്താ തജ്രിബത്ത് എന്ന് പറഞ്ഞ? തജ്രിബത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളൊരു സംഗതി പരീക്ഷിക്കുക, എന്നിട്ട് അത് ഫലം കണ്ടു എങ്കിൽ അത് ചെയ്യാം. നമ്മുടെ അത് എക്സ്പെരിമെന്റിന്റെ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മളത് ചെയ്തു, നമുക്കത് അനുഭവമായി, അത് ഫിറ്റാണ്, അത് ഫലം കണ്ടു എന്നെങ്കിൽ ആ കാര്യം അത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, റുഖ്യയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് അവർ ചില ഹദീസുകൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള പല ഹദീസുകളും ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. ആ മന്ത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് ഷിർക്കില്ലെങ്കിൽ അതിനെന്തില്ല, ആ മന്ത്രത്തിന് തെറ്റൊന്നുമില്ല. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മന്ത്രിച്ചിരുന്ന ആ മന്ത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. ആ മന്ത്രം മുഖേന അവർ രോഗം സുഖപ്പെടുത്താറുണ്ടായിരുന്നു. തേള് കുത്തിയാൽ അവരതിന് ചികിത്സിക്കാറുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. മാത്രമല്ല ഒരു സഹോദരനെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ വിരോധിച്ചു. ആ സന്ദർഭത്തിൽ ആൽ അംർ ഇബ്നു ഹസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ വന്നിട്ട് എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ അടുത്ത് കുറച്ച് മന്ത്രങ്ങളുണ്ട്, തേളിന് ഞങ്ങളത് മന്ത്രിക്കാറുണ്ടായിരുന്നു, താങ്കൾ മന്ത്രത്തെ വിരോധിച്ചിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് ആ മന്ത്രം എന്താ പറഞ്ഞത്? ആ മന്ത്രം നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാലും ഫഅറദൂഹ അലൈഹി. ആ മന്ത്രം അവരത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ്. അത് നബി പഠിപ്പിച്ചതല്ല, ആയത്തിലെ ഹദീസിന് വന്ന മന്ത്രമല്ല. ആ മന്ത്രം അവർ കാണിച്ചു കൊടുത്തു. നബി പറഞ്ഞത് മാറബസ, ഈ മന്ത്രത്തിന് തകരാറൊന്നുമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വന്തം സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ എന്താണ് അവർ ചെയ്ത ആ മന്ത്രത്തെ, അവർക്കത് ഫലപ്രദമായിരുന്ന ആ മന്ത്രത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അപ്പൊ ഇവിടെ മനിസ്തതാമിൻകും, നിങ്ങളിൽ ആർക്ക് സാധിക്കുന്നു, അതെന്താണ് ആമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള വേറെ ചില ഹദീസുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു, ഷിർക്കില്ലെങ്കിൽ അത് അയക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന മന്ത്രങ്ങളായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തത്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫലം കാണുന്നത് എന്ത് ചെയ്യാം? നമുക്കത് ചെയ്യാം. അതിൽ ഷിർക്ക് ഉണ്ടാകരുത്, ഹറാം ഉണ്ടാകരുത്, വിദഅത്ത് ഉണ്ടാകരുത്. ആ അടിസ്ഥാനത്തിലാണ് ഇവരെന്ത് പറഞ്ഞിട്ടുള്ളത്? ഇത് വെള്ളത്തിൽ ഖുർആൻ ഊതി കുടിക്കുന്നത് ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പൊട്ടന്മാരാക്കിയിട്ട് കാര്യമില്ല. അവരൊക്കെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട സലഫിയത്ത് എന്താണെന്നുള്ളത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നമ്മുടെ കേരളത്തിൽ 6 കൊല്ലം അറബി കോളേജിൽ പോയിട്ട് ബുഖാരിന്റെ ഒരധ്യായം പോലും തീർത്തും പഠിക്കാത്ത പണ്ഡിതന്മാരെല്ലാവരൊന്നും പരിഹസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല് ഇതൊക്കെ മുസ്ലിമിന്റെയും ബുഖാരിന്റെ ഒക്കെ റിപ്പോർട്ടിലുള്ള വന്നിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാനുള്ള കാരണം ഈ ഒരു ഇതാണ്, തജ്രിബത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറ്റോ പറ്റൂല എന്നുള്ളൊരു ചർച്ച വന്നത്. എന്നാൽ ആ തജ്രിബത്ത് തന്നെ നമുക്ക് തോന്നിയ രൂപത്തിലാകാൻ പറ്റുമോ? ഒരു ടിവിയിലൊരു പ്രോഗ്രാം ഉണ്ട് മൻസിലി മഫാസ് എന്ന് പറഞ്ഞിട്ട്, അത് ശുദ്ധ അസംബന്ധമാണ്. അതിന് തജ്രിബത്തൊന്നും പറയാൻ പറ്റൂല. ഈ തജ്രിബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിനാരും ന്യായീകരിക്കാനും മെനക്കെടണ്ട അല്ലെ? എന്തൊക്കെ ചോദ്യങ്ങളാ മൂലക്കുരു മാറാനുള്ളത്. അപ്പൊ അതിന് ഇതിന്റെ സൂറത്ത് ഇത്ര പ്രാവശ്യോദ അല്ലെ? വേറെ പലതും പ്രസവിക്കാനുള്ളത് ഇന്ന അധ്യായം ഇന്ന സൂറത്ത് ഇത്ര പ്രാവശ്യോദ. ഇങ്ങനെ എന്തൊക്കെ വൃത്തികെട്ട പരിപാടികൾ, അതൊക്കെ ആര് പഠിപ്പിച്ചതാ?
അതൊന്നും തെജീവയാണ് അതൊക്കെ. തെജീവത്തിന്റെ പേരിൽ ശിർക്ക് ഖുറാഫത്തും പറ്റൂല. അപ്പോ ഈ വെള്ളത്തിൽ ഖുർആൻ ഊതി കുടിക്കുന്നത്, അതേപോലെ തന്നെ പിന്നെ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുന്നതൊക്കെ പണ്ഡിതന്മാർക്കിടയില് ചർച്ച വരാനുള്ള കാരണം ഇതാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത്. അവൻ ഖുറാഫി, അത് പറഞ്ഞാൽ ഖുറാഫി, അത് പറഞ്ഞാൽ തന്നെ ഖുറാഫി. ഇങ്ങനെ ഊതി കുടിക്കാതെ, ഖുർആൻ ഊതി കുടിക്കാതെ പറഞ്ഞാൽ തന്നെ. ആരെയാണിത് ഖുറാഫികളാക്കുന്നത്? ആരെയാണ് പരിഹസിക്കുന്നത്? ആരെയാണ് കളിയാക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് അറിയില്ല. വെള്ളത്തിൽ ഇബിനുവാസ് ഊതി കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിനുവാസ് ഖുറാഫിയായി, ഇബിനുവാസ് പൊട്ടത്തരം പറഞ്ഞു എന്നുള്ളതാ, ഇബിനുവാസ് അബദ്ധം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഏത് തെജ്രിബത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതിനെതിർക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞെന്താ വെച്ചാല് ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് റബി ഇവരൊക്കെ പറഞ്ഞത് തെജ്രിബത്താണെന്ന് കരുതി എന്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഗൈബിയായ ഒരു വിഷയം അതിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അതില് 2 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഷെയ്ഖ് റബീനോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ തജ്രീബത്തിനെ പറ്റി ചോദിച്ചു. എന്താ ചോദ്യം? അദ്ദേഹത്തിന് കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ അർ-റുഖിയത്ത് വർ-റുഖാത്ത് ചോദ്യോത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് ചോദ്യം എന്ത്? ഹരി തജ്രീബത്തു ലഹാ മജാലുൻ ഫി റുഖിയ, ഈ റുഖിയ വിഷയത്തിൽ തജ്രീബക്ക് വല്ല അടിസ്ഥാനമുണ്ടോ? തജ്രീബിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? തജ്രീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് പരീക്ഷിച്ചറിഞ്ഞിട്ട് ഫലം കണ്ടതെന്ന് അർത്ഥം. അതും ഇത് പറഞ്ഞ ആൾക്കാരനെ ശിർക്കോ മറ്റതൊന്നും ആവാൻ പാടില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് വല്ല ഈ റുഖിയന്റെ മേഖലയില്, മന്ത്രത്തിന്റെ മേഖലയില് വിഷയത്തിൽ തജ്രീബത്തിന് വല്ല സ്ഥാനമുണ്ടോ, വല്ല അടിസ്ഥാനമുണ്ടോ? അദ്ദേഹം പറഞ്ഞു ആ തജ്രീബത്ത് ഫി തിബ്ബി, ഇത് തിബ്ബില് വരുന്ന വിഷയമാണ് എന്ത് തജ്രീബത്ത് എന്നുള്ളത്. വലൈസത്ത് റുഖിയ, അത് റുഖിയയില് അത് പറ്റൂല. ആ തിബ്ബ് ഖായിമുൻ അല തജാരിബി, തിബ്ബ് മൊത്തത്തിൽ തന്നെ നിലകൊള്ളുന്നത് തന്നെ എന്തിലാ? തജാരിബിലാണ്. അപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോയി വയറിളക്കം പിടിച്ചു, അതിന് മരുന്ന് കൊടുക്കും. ആ മരുന്ന് കുടിച്ചാൽ വേറെ ഇളക്കം നിൽക്കും. അതേ ഡോക്ടറെ നമ്മൾ പോയി വേറെ ഇളകാൻ വേണ്ടിയിട്ട് ആ മരുന്ന് കുടിച്ചാൽ വേറെ ഇളകും. ഇന്ന മരുന്ന് കുടിച്ചാല് പനി മാറും, ഇന്ന മരുന്ന് കുടിച്ചാല് ഇന്നത്. അതെന്താണ്? തജ്രീബത്താണ്. അതല്ലാതെ നബി പറഞ്ഞല്ലോ, അത് തജ്രീബത്താണ്. ഹറാമ അല്ലാത്ത അതല്ലാത്ത രൂപത്തിൽ നമുക്ക് അത് അനുവദനീയാണ്. അപ്പൊ തിബ്ബിലാണ് തജ്രീബത്ത് വരുന്നത്, എന്തിനല്ല? റുഖിയയിലല്ല. അൽ അഹ്സൻ, ഏറ്റവും നല്ലത്. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാട് ഇതാണ്. ആര്? ഷെയ്ഖ് റബി പറഞ്ഞത്. ഷെയ്ഖ് റബി പറഞ്ഞെന്താ? അൽ അഹ്സൻ, ഏറ്റവും നല്ലത്. ആ യഖ്തസിറൽ മുസ്ലിം, ഒരു മുസ്ലിം ചുരുക്കലാണ് അല റുഖിയത്തി ശറയ്യ, ശറയ്യായി വന്നിട്ടുള്ള ആ മന്ത്രങ്ങൾ എന്താണോ അതിൽ നിൽക്കലാണെന്ത് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ നിൽക്കാൻ നല്ലത്. എന്നാല് ഖുർആൻ ഓതിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ എഴുതിയിട്ട് അത് കുടിക്കാം എന്ന് പറഞ്ഞ ആൾക്കാര് ഖുറാഫികളാണോ? ഇവിടെയാണ് വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്ക് ദീന് കൊണ്ട് ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? കളിക്കാണ്. ശരിക്കിത് മാന്യമായൊരു ചർച്ചയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നെങ്കിൽ എന്ത് പറയണം? ചില പണ്ഡിതന്മാരെ കുതിര കയറല്ലല്ലോ വേണ്ടത്. ഇവർ പറയണം ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം അതാണ്. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് പറയുന്നതിന് വേറെ എന്ത് ചെയ്യേണ്ടത്?